നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് ആണെന്നും പെണ്ണെന്നും വ്യത്യാസമൊന്നുമില്ല, കുഞ്ഞിതെന്നും വലുതെന്നും വ്യത്യാസമല്ല. കാരണം ഓരോ തരത്തിലാണ് പീഡനങ്ങൾ അരങ്ങേറുന്നത്. ഒരു കാലത്ത് പെണ്ണുങ്ങൾക്ക് നേരെയായിരുന്നു ഈ പീഡന ശ്രമമെങ്കിൽ ഇന്ന് ആൺകുട്ടികൾക്ക് നേരെ കുറവല്ല. കാരണം ഇന്ന് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ വളരെയധികമുണ്ട്. അവരും ആക്രമിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് പറയാവുന്ന ഒരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നത്. ഒരു 6 വയസ്സുകാരന് നേരെ ഉണ്ടായ ലൈംഗികാതിക്രമണം. ആ കുഞ്ഞ് രക്ഷപ്പെടാൻ 3 തവണ ശ്രമിക്കുമ്പോഴും ആ കുഞ്ഞിനെ നിഷ്കരണം ചെളിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു ഒരു 20കാരൻ. അതും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് തയ്യാറാകാത്തതിന്. അതിനെക്കുറിച്ചുള്ള സമാനമായ വാർത്തകളൊക്കെ പുറത്തു വരുന്നതാണ് അല്ലെ. ശരിക്കും നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല ഇപ്പോ ഈ കുട്ടിയുടെ പിതാവ് വിദേശത്തായിരുന്നു, അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. ശരിക്കും ആ കുടുംബത്തിന് അത് താങ്ങാനുള്ള ഒരു കരുത്ത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓരോരുത്തരും. കാരണം ഒരു ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ആ കുട്ടി ഇത്രയും ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു, അതും വീട്ടിനടുത്തുള്ള ഒരു അയൽവാസി ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നത് ശരിക്കും ആ കുടുംബം അതെങ്ങനെ സഹിക്കും, ഈ ഒരു വാർത്ത അവരെങ്ങനെ താങ്ങുമെന്നൊന്നും അറിയാൻ പറ്റാത്ത സാഹചര്യം. അതൊരു കടന്നു പോകട്ടെ, ഈ ഒരു സാഹചര്യം അവർ കടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിക്രൂരമായ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം അല്ലെ, ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച സംഭവ വികാസങ്ങളാണ്. ശരിക്കും കളിക്കുകയായിരുന്നു ഈ കുട്ടി. വീട്ടിൽ നിന്ന് കളിക്കാനാണ്, കളിയിടത്തിലേക്ക്, അതായത് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വേണ്ടി പോയ കുട്ടിയാണ് തിരിച്ചു വന്നത് ചേതനയേറ്റാണ്. അപ്പോ വീട്ടിൽ നിന്നും ഈ കുട്ടി കളിക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ വെച്ച് ജോജോയെ CCTV ഏറ്റവും നിർണായകമായി മാറി ഈ ഒരു സംഭവത്തില്. അപ്പോൾ CCTVയിൽ കണ്ടത് ജോജോയെ ഈ കുട്ടി ഓടിക്കുന്നു. അപ്പൊ ഇവർ ഓടിക്കളിക്കുന്ന അങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പൊ ഇതിനിടയിൽ ഈ ജോജോ ഈ കുട്ടിയെ കൊണ്ട് കുളക്കടവിലേക്ക് പോകുന്നു, ആളൊഴിഞ്ഞിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുന്നു. കുട്ടിക്ക് അത് ബാറ്റച്ചെന്നോ അല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലായി. അപ്പൊ കുട്ടി പ്രതിരോധിക്കുന്നുണ്ട്. അവൻ നല്ല മിടുക്കനായ കുട്ടിയാണെന്ന് തോന്നുന്നു. അവൻ നന്നായിട്ട് പ്രതിരോധിച്ചിട്ട് ഞാൻ ആളെ കൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ അമ്മയോട് പറയും എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു. ഒരു മോശം പെരുമാറ്റത്തെ അവൻ പ്രതിരോധിച്ചു. അപ്പോ അമ്മയുടെ അടുത്ത് പറയുമെന്ന് പറഞ്ഞപ്പോ ഈ കാര്യം പുറത്തറിയുമെന്ന ഭയത്തില് ജോജോ ഈ കുട്ടിയെ കുളത്തിലോട്ട് തള്ളിയിട്ടു. അപ്പൊ അവൻ അവിടെ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ, 3 വട്ടം ആ കുട്ടി രക്ഷപ്പെടാൻ കയറി വന്നു. ഈ 3 വട്ടവും ഇവൻ ഈ കുട്ടിയെ തള്ളിയിട്ടു. ലാസ്റ്റ് ആ കുളത്തിലെ ചെളിക്കുഴിയിലാണ്ട് ആ കുട്ടി കൊല്ലപ്പെടുകയായിരുന്നു. അതിക്രൂരമായ പൈശാചികമായ കൊലപാതകം. അവിടെ മാത്രമല്ല ഇവര് അപ്പൊ വീട്ടില് എന്തായാലും സ്വാഭാവികമായിട്ട് കുട്ടിയെ കാണാനില്ല, അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു. അതിനിടയിൽ ഈ കൊലപാതകി ആൾക്കാരുടെ കൂട്ടത്ത് കൂടി ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി നടക്കുകയാണ്. ആദ്യം ഈ കൃത്യം നടത്തിയതിനു ശേഷം പ്രതി അവിടെ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് ആൾക്കാരൊക്കെ തെരച്ചിലൊക്കെ നടത്തുന്നത് കണ്ടിട്ട് അവരുടെ ഒപ്പം കൂടി ഈ തെരച്ചില്, അതായത് അവരെയും കൂടെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ് തെരച്ചിലിനിടയ്ക്ക്. ഇതിനിടയിലാണ് പിന്നെ ഈ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് എത്തുന്നു. പിന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ആ സമയത്താണ് ഈ 6 വയസ്സുകാരൻ ഇയാൾക്ക് പിന്നാലെ ഓടുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പോലും പോലീസ് ഇയാളോട് ചോദ്യം ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഇയാൾ നൽകിയത്. പിന്നീട് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ പറഞ്ഞത് ആ കുളത്തിൽ ഈ പറയുന്ന 6 വയസ്സുകാരനുണ്ട്. ആ സമയത്ത് തന്നെ ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരുന്നു. പിന്നീട് പോലീസ് അവിടെ ചെല്ലുമ്പോഴേക്കും ബോഡി കണ്ടെത്തുകയായിരുന്നു. അതും ചാമ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വശീകരിച്ചുകൊണ്ട് ഈ ഒരു 6 വയസ്സുകാരനെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവര് സ്വാഭാവികമായിട്ട് അങ്ങ് ഒന്ന് വിശ്വസിച്ച് അങ്ങ് പോകും. അപ്പൊ അങ്ങനെ ജാമ്പയ്ക്കരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ കൊടും ക്രൂരതകൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാണാതാകലൊക്കെ കാണുമ്പോൾ CCTVയിൽ പരിശോധിക്കുമല്ലോ. ആ CCTV ദൃശ്യത്തിലാണ് ഈ ജിജോയുടെ കൂടെ ഈ കുട്ടി ഓടിക്കളിക്കുന്നത് കണ്ടത്. മാത്രമല്ല ജിജോയിൽ ഈ ആൾക്കാർക്കൊക്കെ, നാട്ടുകാർക്കൊക്കെ എന്തോ ജിജോയുടെ ഒരു പെരുമാറ്റത്തില് വലിയ രീതിയിലുള്ള ഒരു സംശയമൊക്കെ തോന്നി. ഈ സംശയങ്ങളും CCTVന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലാണ് കുട്ടി കുളത്തിലുണ്ട് എന്ന് ഇവൻ, കാരണം ഇയാൾ ഓൾറെഡി മോഷണ കേസിലെ പ്രതിയാണ്. അപ്പൊ അത് കാരണം തന്നെ ഇയാളിൽ ഒരു ക്രിമിനൽ വാസന ഉണ്ട്. അപ്പൊ അത് നാട്ടുകാർക്കൊക്കെ ഒരു ചെറിയ പന്തികേട് തോന്നിയപ്പോഴാണ് ഇവര് ഈ വിഷയം പോലീസിനോട് പറയുമ്പോൾ പോലീസ് ഇയാളെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഇയാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. അപ്പോഴേക്കും ഇയാൾ ഒരു വിധത്തിലും സമ്മതിച്ചു കൊടുക്കുന്നില്ല, താൻ കണ്ടിട്ടേ ഇല്ലെന്നായിരുന്നു ഇയാളുടെ നിലപാട്. പിന്നീട് വീണ്ടും വിശദമായി ചോദിച്ചപ്പോഴാണ് താൻ കൊലപ്പെടുത്തിയതാണ്, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയാൻ നോക്കിയതാണ്. അപ്പോഴേക്കും ഒച്ച വെച്ച് ആളുകളെ കൂട്ടാൻ ഈ 6 വയസ്സുകാരനെ ശ്രമിച്ചു. പിന്നീട് അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പുറത്തറിയുമെന്ന് ഭയന്നുകൊണ്ടാണ് ഇയാൾ നേരെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. അതായത് 3 വട്ടമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ട് കരയ്ക്ക് എത്താൻ ശ്രമിച്ചത്. അപ്പോഴൊക്കെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു അയാള് നിഷ്ഠൂരമായിട്ട്.
വെറുതെ വിട്ടൂടായിരുന്നു ആ ദുഷ്ടൻ അല്ലേ? അവൻ എന്ത് ക്രൂരതയാണ് ആ കുടുംബത്തോട് കാണിച്ചത്. വെറുതെ വിട്ടൂടായിരുന്നു ആ കുഞ്ഞിനെ. എങ്ങനെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ തോന്നി? ഇപ്പൊ പുറത്തറിയും അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമെന്ന് പേടിച്ചിട്ടല്ലേ ഇങ്ങനെ ആ കുട്ടിയെ കൊലപാതകം ചെയ്തത്. ഇപ്പൊ എന്തായി? പോലീസ് പിടിച്ചോണ്ട് പോയല്ലോ. അതിക്രൂരമായ പൈശാചികമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പിന്നെ തെളിവെടുപ്പൊക്കെ നടന്നു അല്ലേ? ഈ ഒരു കേസിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അതായത് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടിക്കാനായി എന്നത്. പ്രതിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടായില്ല, പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്ന് തന്നെയാണ് കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനായി. അതിന് പോലീസിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്തായാലും പ്രതിയെ പെട്ടെന്ന് തന്നെ പിടികൂടി, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതെ, ഇതിനുശേഷം ഈ ജോജോയുമായിട്ട് കൊലപാതകം നടത്തിയ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പൊക്കെ നടത്തി. ഈ തെളിവെടുപ്പിനിടെ സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹതയായിരുന്നു ഈ സ്ഥലത്ത് വിന്യസിച്ചിരുന്നത്. ജോജയെ ഈ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാരുടെ പ്രതിഷേധം കയറ്റ ശ്രമം ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ആരായിരുന്നാലും അയാൾ അതേ രീതിയിൽ കൊലപ്പെടുത്തണം എന്ന് തന്നെയാണ് വൈകാരികമായി ഓരോ മലയാളികളും പ്രതികരിക്കുന്നത്. കാരണം അത്രത്തോളം നിഷ്ഠൂരമായാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. 3 വട്ടം ആ ചെളിയിലേക്ക് താഴ്ത്തുകയായിരുന്നു ഇയാള്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലേ, ആ കുഞ്ഞ് വെറും 6 വയസ്സേ ഉള്ളൂ. അവന് മനസ്സിലായി ആ ബാഡ് ടച്ച് എന്താണെന്ന് ആ കുഞ്ഞിന് മനസ്സിലായി. അവൻ തിരിച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മയോട് ഇത് പറയുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് പുറംലോകം അറിയാതിരിക്കാൻ ആ കുഞ്ഞിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ് ആ പ്രതി ചെയ്തത്. അപ്പൊ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇവരുടെ കുതിറി മാറിയതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നൊക്കെയാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നതിനിടെ കുട്ടി അലറി വിളിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത് തടയാൻ വേണ്ടി കുളത്തിലേക്ക് തള്ളിയിട്ടത്. ശേഷം കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആദ്യ ചവിട്ടി തന്നെ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ചെങ്കിലും ഈ കുട്ടി വീണ്ടും ഉയർന്നു വരികയാണ് ഉണ്ടായത്. ഇതേ സമയം തന്നെ വീണ്ടും കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയും മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഈ പ്രതി അവിടെ നിന്ന് പോയതെന്നുമാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഈ 6 വയസ്സുകാരനെ ജോജോ വിളിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിലെത്തി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. മാലിന്യം നിറഞ്ഞ കുളത്തില് തല ചവിട്ടി പൂഴ്ത്തിയായിരുന്നു ഈ ഒരു കൊലപാതകം ഇയാള് നടത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഒന്നും അറിയാതെ ആ നാട്ടുകാർക്കൊപ്പം നിന്ന് ആ 6 വയസ്സുകാരന് വേണ്ടി ഒരു തിരച്ചിലും ഈ പ്രതി പങ്കാളിയായി എന്നുള്ളതാണ്. പിന്നീട് ഈ നിർണായകമായി മാറിയത് തന്നെ ഈ കുട്ടി ഈ ജോജോയ്ക്ക് പിന്നാലെ ഓടിപ്പോകുന്ന ദൃശ്യം തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറിയത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ആ കുഞ്ഞ് എവിടെ ഉണ്ടെന്നോ ഈ പ്രതിയാണ് ഈ കൃത്യം ചെയ്തെന്നോ ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത ജോജോയുടെ അറസ്റ്റ് രാവിലെയാണ് രേഖപ്പെടുത്തിയത്. പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നീ വകുപ്പുകളൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇയാള് ബൈക്ക് മോഷണമടക്കം വിവിധ കേസുകളിൽ മുൻപും പ്രതിയെന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയ പ്രതികരണം നോക്കാം. ശരിക്കും ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ആ കുടുംബം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ങാൻ പറ്റില്ല. അത്ര 6 വയസ്സല്ലേ ഉള്ളൂ അല്ലെ? 6 വയസ്സുള്ള ഒരു പൊന്നോമന ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു എന്നത് ആ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരത് എങ്ങനെ താങ്ങുമെന്നാണ് ഇപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. മാത്രമല്ല, മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നു, ഓരോ പിതാവും മഞ്ചേരി ശങ്കരനാരായണൻ ആവാൻ തയ്യാറായാൽ താനെ നന്നായിക്കോളും ഇവിടുത്തെ അളിഞ്ഞ നിയമവ്യവസ്ഥയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഞാനായിരുന്നുവെങ്കിൽ പിതാവ് എങ്കിൽ അവനെ കൊല്ലും, ഇല്ലാതെ എനിക്ക് ദാഹിച്ച വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും ഒരു വികാരമാണ് ഇങ്ങനെ ആളിക്കത്തുന്ന ഓരോ മാതാപിതാക്കളുടെ, ഓരോ വ്യക്തികളുടെ ഉള്ളില്. അയാളെ ആ പ്രതിയെ കൈ കിട്ടിയ കൊല്ലും, അല്ലെങ്കിൽ അത്രയും ദേഷ്യം ആ പ്രതിയോട് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഈ നിയമത്തെ പേടിയില്ല എന്നല്ല, മറിച്ച് പേടിക്കാനുള്ള ഒരു നിയമം ഈ നാട്ടിൽ ഇല്ല എന്നത് അടക്കമുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. മറ്റൊരാൾ കമന്റ് ചെയ്യുന്നത്, കോടതി ഇതൊക്കെ നിരീക്ഷിച്ചിട്ട് കുറ്റം ചെയ്ത കൊലയാളിക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തൂക്കുകയർ ഉറപ്പാക്കണമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ കുടുംബത്തിന് ക്ഷമ നൽകണേ, ഈ ഒരു സാഹചര്യം അതിജീവിക്കാൻ അവർക്ക് കഴിയണേ എന്ന് പറയുന്നവരുണ്ട്. വല്ലാത്ത അവസ്ഥയാണ്. ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, അത് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ചോദ്യം നമ്മൾ പലപ്പോഴും ഉന്നയിച്ചു പോകുന്നു. വീട്ടിൽ നിന്ന് കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ കൊച്ചാണ്. അപ്പോൾ ഈ കളിയിടങ്ങളിൽ അവരെ കളിക്കരുതെന്ന് വിലക്കാൻ പറ്റില്ല. അവരുടെ സന്തോഷം അതാണ്. അപ്പൊ കുട്ടികൾ പൂമ്പാറ്റയെ പോലെ പാറി പറക്കേണ്ട ഈ സമയത്ത്, ഈ കാലത്ത് അവരെ കൊല്ലാൻ അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പതിയിരിക്കുന്ന കഴുകൻ കണ്ണുകളും ദുഷ്ടന്മാരും നമുക്ക് ചുറ്റുമുണ്ട് എന്നത് നമ്മളെ ആശങ്ക കൂട്ടേണ്ട ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓരോ മാതാപിതാക്കൾക്കും ഇങ്ങനത്തുള്ള വാർത്തകൾ അവരിലുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത, അവരിലുണ്ടാക്കുന്ന ഒരു ആശങ്ക അത് വലുത് തന്നെയാണ്. ഈ ഇടയ്ക്കാണ് സ്നേഹ മെർലിന്റെ കാര്യം അല്ലെ, അതും ലൈംഗികമായിട്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് 12 ഉപയോഗിച്ച സ്നേഹ മെർലിൻ, അത് നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണ് ഉണ്ടായത്. ആ സംഭവം പുറത്തു വന്നത് ഒരു കൗൺസിലിങ്ങിലൂടെയായിരുന്നു. ശരിക്കും
ആ സംഭവത്തിലും ഈ 12-കാരിയെ മാത്രമല്ല മറ്റൊരു കുട്ടിയെ ഇവര് ഈ സ്നേഹ മലൻ എന്ന് പറഞ്ഞ യുവതി മോശമായിട്ട് ദുരുപയോഗപ്പെടുത്തി. അവർക്കെതിരെ വന്നിട്ടുണ്ട്. പെൺകുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയാണ് ഇത്തരത്തിലൊരു കുട്ടികളെ വലയിൽ വീഴ്ത്തുന്നത്. ഈ സ്വർണം സമ്മാനമായി കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പീഡനത്തിന് ആ കുട്ടികളെ ഈ സ്നേഹ മലൻ പ്രേരിപ്പിക്കുന്ന എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിംഗിലാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്. 12-കാരിയെ നിരവധി തവണയാണ് ഇവർ ഇത്തരത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ബാഗിൽ നിന്ന് അധ്യാപിക മൊബൈൽ ഫോൺ പിടിച്ചു. ആ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ സംശയത്തക്ക രീതിയിൽ ചില ദൃശ്യങ്ങൾ കാണുന്നു. അങ്ങനെയാണ് ഈ പീഡനം. അത് ആ കുട്ടി പറഞ്ഞറിഞ്ഞതല്ല, ഈ മൊബൈല് ആ അധ്യാപിക കണ്ടതുകൊണ്ടാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അതും വരില്ലായിരുന്നു. അപ്പൊ കുട്ടികളെ കുറച്ചുകൂടി ഒന്ന് ബോധവാന്മാരാക്കേണ്ട, കുറച്ചുകൂടി ഒരു സുരക്ഷ അവരുടെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ കാലം ഒരു വല്ലാത്ത കാലമാണ്, ഒരു നശിച്ച കാലം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൂരതയും അക്രമവും അതുപോലെ കുറ്റങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും സംരക്ഷിക്കാൻ ഒരു സ്പൈഡർമാനോ ബാറ്റ്മാനോ അല്ലെങ്കിൽ സൂപ്പർമാനോ ഒന്നും ആവാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരെയെങ്കിലും നമ്മൾ സംരക്ഷിക്കാനും അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഗൗരവത്തിലായിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താമാരുടെ നാടായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. കുഞ്ഞു കുട്ടികൾ പോലും സുരക്ഷിതരല്ല. എന്ത് വിശ്വാസത്തിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞു വിടും? നാളെ ഞാനൊരു അമ്മയാകാൻ കുഞ്ഞു കുട്ടികളെന്ന് മാത്രമല്ല, ഇപ്പോ വയോവൃദ്ധരായവർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അറിയാലോ, മദ്യപിച്ചു വന്നുകൊണ്ട് ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന അമ്മയെ വരെ പീഡനത്തിനിരയാക്കുന്ന മക്കളുള്ള ലോകമാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോ ഇതൊരു സാധാരണ പീഡനമല്ല, ഇതൊരു പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനമാണ് നടന്നിരിക്കുന്നത് അല്ലെ. അതൊരു കുഞ്ഞു കുട്ടിയെ, ഒരു 6 വയസ്സുള്ള കുട്ടിയെ. അപ്പൊ നാളെ ഞാനൊരു അമ്മയാകാൻ പോകുന്ന ആളാണ്. അപ്പൊ കുറെ അമ്മമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്, അച്ഛന്മാരുണ്ട്. ഈ മാതാപിതാക്കളൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിക്കും? അവര് കുട്ടികളെ എങ്ങനെ വിശ്വാസത്തിൽ പുറത്തേക്ക് വിടും? വല്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവരവര് സുരക്ഷ ഏറ്റെടുക്കുക. ഒരു അമ്മ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമത്തിന് ആർക്കും ഒരു വിലയില്ലാത്തതുപോലെ തോന്നുന്നുണ്ട് അല്ലെ. ഈ ഓരോ ദിവസം ഓരോ കുറ്റകൃത്യം ഇങ്ങനെ കൂടുമ്പോൾ അവർക്ക് നിയമത്തെ ഒന്നൊരു പേടിയില്ല. അല്ലെങ്കിൽ ജയിലിൽ പോകും, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്താൽ ഞാൻ ജയിലിൽ പോകും, എനിക്ക് ശിക്ഷ കിട്ടും, ഒരു പേടിയില്ലാത്തതുപോലെ. ഇപ്പോഴത്തെ എല്ലാ ക്രൈം ചെയ്യുന്നവർക്കും തനിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുന്നത്, താൻ എത്ര കാലം ജയിലിൽ കഴിയും, തനിക്ക് എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയും, തനിക്ക് എന്തൊക്കെയായിരിക്കും നേരിടേണ്ടി വരിക എന്നതിനെ കുറിച്ച് എല്ലാം ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് എല്ലാ പ്രതികൾക്കും ഉണ്ട്. ഇതിനുശേഷം തന്നെയാണ് ഇത്തരം ഒരു ക്രൈമുകൾ ചെയ്യാൻ ഇവർ ഇറങ്ങിത്തിരിക്കുന്നതും. അത് പല കേസുകളും നമുക്ക് വ്യക്തമായ സംഭവമാണ്. ഈ പറയുന്ന മോഷണ കേസ് പ്രതി ഇയാൾ പലതരത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ 6 വയസ്സുകാരനായിരിക്കാം ആദ്യത്തെ ഇര. പക്ഷെ അയാൾക്ക് ആ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള അനുഭവമുണ്ട്. എന്നിട്ട് പോലും ആ ജയിൽ എന്ന് പറയുന്നത് അയാൾക്ക് ഒരു പേടി സ്വപ്നമായിട്ടൊന്നും മാറിയിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള രീതിക്കാണ് അയാൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ നിയമവ്യവസ്ഥയിൽ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ ഒരു നിയമവ്യവസ്ഥ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. പലരും പറയാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യങ്ങൾ വരുമ്പോ ഈ ഗൾഫിലൊക്കെയുള്ള ശിക്ഷാ നടപടികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ഒരു ഭയവും ഭയപ്പാടും ഒക്കെ അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിൽ നിന്ന് എത്രത്തോളം ഊരിപ്പോകാൻ പറ്റുമോ അത്തരത്തിലുള്ള ലൂട്ട് ഫോളുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇനി ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ, ഇപ്പൊ കുറ്റം എല്ലാം തെളിഞ്ഞു ശരി, ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ പറയണ്ടല്ലോ ഗോവിന്ദചാമി, അങ്ങനെ ഒരുപാട് പേര് തൂക്കുകയറ് കാത്ത് കിടപ്പുണ്ട്. ഇത്രയും കാലമായിട്ട് അവിടെ ഇരയുടെ ജീവൻ നഷ്ടമായി, ഇര കൊല്ലപ്പെട്ടു. പക്ഷെ ഇരയെ കൊന്ന ആ പ്രതി ഇപ്പോഴും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതാണ്. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു സാഹചര്യം ആ കുടുംബത്തിന് കടക്കാൻ കഴിയട്ടെ എന്നാണ് ഓരോ മലയാളികളും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും ആ അച്ഛനും അമ്മയ്ക്കും അത് താങ്ങാനും അത് അവരാ ഒരു സന്ദർഭത്തെ അതിജീവിക്കാനും അവർക്ക് സാധിക്കും. അത് മാത്രമല്ല, ആ 6 വയസ്സുകാരന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ഒപ്പം ചിരിച്ചു കളിച്ച് നടന്ന ആ ഒരു കുഞ്ഞു മോനാണത്. പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി, പെട്ടെന്ന് മരിച്ചു എന്നുള്ള ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ അവരും ഡിപ്രഷനിലേക്ക് പോയേക്കാം. കുഞ്ഞുങ്ങൾക്കും അത്തരത്തിലൊരു തരണം ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബത്തിനും. കഴിഞ്ഞ ദിവസം ഒക്കെ ഈ പറഞ്ഞ ഒന്നും നമ്മൾ മുൻകൂട്ടി കാണുന്നതല്ല. അത്രത്തോളം വെക്കേഷനാണ്, ചിരിച്ചു കളിച്ച് നടന്ന ഒരു കുഞ്ഞാണ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ, അപ്രത്യക്ഷമെന്നല്ല ദാരുണമായി ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബത്തിന് സഹിക്കാവുന്നതിന്റെ ഭംഗി അറ്റമാണ്. എങ്കിൽ പോലും ദൈവം അവർക്ക് അതിനുള്ള ഒരു കരുത്ത് നൽകട്ടെ എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക.